റെൻഡബിൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പിൻ നമ്പർ വന്നിട്ടുണ്ട്. നമ്മളെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് നമ്മളെ പിൻ നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിൻ നമ്പർ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാം. അതുകൂടാതെ തന്നെ നമുക്ക് ഐ ഡി വെരിഫിക്കേഷൻ ഉണ്ട്. ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ ഒരു പിൻ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് കിട്ടിയിട്ട് ഒരാഴ്ച കൂടുതലായി. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇത് പിൻ നമ്പർ സെറ്റ് ചെയ്തത്. ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തു എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി പേര് ആ വീഡിയോ കാണുകയും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവരും തുടങ്ങിയവരുമൊക്കെ ആ ഒരു വീഡിയോ കണ്ട് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. അതിൽ 1-2 മെസ്സേജ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിൻ നമ്പർ വരുമ്പോഴത്തേക്കും ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുമ്പോഴൊക്കെ എളുപ്പമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 2-3 കാര്യം പറയുന്നുണ്ട്. അപ്പം മോണിറ്റൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കാശ് കിട്ടും എന്നൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ചില വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 1000 വ്യൂസിന് നമുക്ക് $1 കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 വ്യൂസിന് $1 ഒന്നും നമുക്ക് കിട്ടത്തില്ല. എൻ്റെ ആ ഒരു വീഡിയോ ആ ഒരു കാറ്റഗറി അതായത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എനിക്ക് 1000 വ്യൂസിന് $1 കിട്ടൂല. 2500 വ്യൂസിനൊക്കെ ആണെങ്കിൽ മാത്രമേ $1 തികച്ച് കിട്ടത്തുള്ളൂ. മോണിറ്റൈസേഷൻ ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണ് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്ന് പറയാം. പക്ഷേ ടെൻഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്ത് $10 ആയി കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി വെരിഫിക്കേഷൻ വരും. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് അറിയാൻ പറ്റും. ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനൊക്കെ വരും. ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ട്. നമുക്ക് ഈ ഡോളറൊക്കെ വരുന്നതൊക്കെ അറിയാൻ പറ്റുന്ന ഗൂഗിൾ ആഡ്സെൻസ് അത് മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുന്നത് എപ്പോഴാണ് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ $10 കഴിഞ്ഞാൽ ഉടൻ തന്നെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് ഇതായിട്ട് ക്ലിയർ ആയിട്ടൊന്നും സ്ക്രീൻ റെക്കോർഡ് ചെയ്തൊന്നും അല്ല പറയുന്നത്. അപ്പം ഇത് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പാൻ കാർഡ് വെച്ചാണ് ചെയ്തത്. പാൻ കാർഡ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ പാൻ കാർഡ് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു വൈറ്റ് പേപ്പറിൻ്റെ മീതെ വെച്ചിട്ട് 4 എൻഡും കാണത്തക്ക 4 കോർണറും കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് തന്നെ അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ഒരു ലൈറ്റിങ് അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലാഷ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഫ്ലാഷൊക്കെ അടിച്ച് എടുക്കുമ്പോഴത്തേക്കും അത് വെരിഫൈ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒറ്റ തവണയാണ് ഞാൻ ചെയ്തത്. കാര്യം നമ്മളിത് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ എഴുതിയിരിക്കുന്നത് കറക്റ്റാണോ, കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ചുറ്റിനും ഒരു ഫ്രെയിം പോലെ നമ്മൾ ഈ വൈറ്റ് പേപ്പറിൻ്റെ ആ ഒരു ഇതും കൂടെ കാണത്തക്ക രീതിയിൽ നമ്മൾ ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു ക്ലിയർ ഉണ്ടോ, ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. അതിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ തവണ തന്നെ നമ്മൾ ഈ കൃത്യമായിട്ട് നമ്മൾ ഇത് നോക്കി അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെയാണ് എനിക്കത് ഓക്കെ ആയത്. അപ്പോൾ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് ആദ്യമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പിൻ നമ്പർ വരുന്നത്. പിൻ നമ്പർ എന്ന് പറയുമ്പം ഇതാണ്. ഈ ഒരു ലെറ്ററിൽ നമുക്ക് പോസ്റ്റ്മാൻ നമ്മളെ വീട്ടിൽ കൊണ്ട് തരും. പോസ്റ്റ് ഓഫീസിലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ അയച്ചാണ് തരുന്നത്. അപ്പോൾ നമുക്കിത് നമ്മളെ വീട്ടിൽ തന്നെ കൊണ്ടുവരും. അപ്പോൾ എനിക്കിത് വീട്ടിൽ എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം എൻ്റെ വീട്ടിൽ ഒരുപാട് ലെറ്ററൊക്കെ വരുന്നുണ്ട്. കാര്യം നമ്മൾ ബാങ്കിൽ ലോണൊക്കെ എടുക്കുമ്പോഴത്തേക്കും അടവ് മുടങ്ങുമ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് അയക്കുന്ന ലെറ്ററൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്മളെ വീട്ടിൽ വരും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് പിൻ നമ്പരൊക്കെ നമ്മളെ വീട്ടിൽ വരും, കൃത്യമായിട്ട് വരും. ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിൻ നമ്പർ കിട്ടും. പിൻ നമ്പറിൻ്റെ ഒരു ഓപ്ഷനും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു 6 അക്ക പിൻ നമ്പറാണ്. ഈ 6 അക്ക പിൻ നമ്പർ അടിക്കുന്നതിനായിട്ട് ഈ ജസ്റ്റ് നമ്മൾ ഈ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിൽ കയറി നമുക്ക് പിൻ നമ്പർ അടിക്കാം. ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു കോളം കാണണം. ആ ഒരു കോളത്തിൽ നമുക്ക് ഈ 6 അക്ക നമ്പർ അടിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതും കംപ്ലീറ്റ് ആവും. ഇത് 6 അക്ക നമ്പർ അടിക്കാൻ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് ഒരു 6 അക്കം നമുക്ക് തെറ്റിക്കാതെ അടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സാവകാശം നമുക്കിരുന്ന് ചെയ്താൽ മതി. നമുക്കൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിലും മോണിറ്റൈസേഷൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മറ്റുള്ള സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് പേരുടെ വീഡിയോ കറക്റ്റായിട്ട് ഒരുപാട് പേരുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. $100 ആകുമ്പോഴത്തേക്ക് നമുക്ക് പൈസ എടുക്കാനും പറ്റും.
രണ്ടാമത് ഈ പൈസ $100 അത്ര നിസ്സാരമൊന്നുമല്ല. പെട്ടെന്നൊന്നും $100 ആകുന്നില്ല. എനിക്ക് ഇപ്പം തന്നെ 2 മാസം കൊണ്ട് $15 ആയത്. അപ്പം സ്ഥിരമായിട്ട് വീഡിയോ ഇടണം. വീഡിയോ ഇട്ടാൽ മാത്രം പോരാ, ഈ വീഡിയോ നല്ലതായിരിക്കണം, മറ്റുള്ളവർ കാണണം, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. യൂട്യൂബ് പുതിയതായിട്ടൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉള്ള ജോലിയൊന്നും കളഞ്ഞിട്ട് ഇത് ചെയ്യാൻ നിൽക്കേണ്ട, സൈഡ് വഴി പോകണമായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇത് നെഗറ്റീവായിട്ട് പറയണമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മോണിറ്റൈസേഷനും ID വെരിഫിക്കേഷനും പിൻ നമ്പർ സെറ്റിങ്സ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ എനിക്കിനി അടുത്തൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കണം. അപ്പോൾ $100 അകത്ത് വെച്ച് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുത്താൽ മതി. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.